Good morning, students. I think all of you are fine and safe at home. Welcome to our EVS class. Today we are going to study class 2 EVS or new chapter, that is chapter 4, our house. Okay. നമ്മൾ EVS ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചത്? ചാപ്റ്റർ 1 our body, ചാപ്റ്റർ 2 ഏതായിരുന്നു? our food, ചാപ്റ്റർ 3 our clothes. ഇനി നമ്മൾ ചാപ്റ്റർ 4 പഠിക്കാൻ പോകുന്നത് our house. Okay, you take your text. Chapter 4 our house. House ന്റെ സ്പെല്ലിംഗ് എന്താണ്? HOUSE, house. Okay. This is your chapter 4. Rearrange the letters to get the name of a place which gives us shelter. അതായത് അവിടെ ഏത് സ്പെല്ലിംഗ് ആണ് തന്നിരിക്കുന്നത്? ഹൗസിൻ്റെ സ്പെല്ലിംഗ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് റീഅറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, can you see this? This is the picture of house. Our house gives us shelter and keep us safe. അല്ലേ, നമ്മുടെ വീടാണ് നമുക്ക് ഷെൽട്ടർ തരുന്നത്, അതുപോലെ നമ്മളെ സേഫായിട്ട് സംരക്ഷിക്കുന്നത്. ആരാണ് നമ്മളെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കുന്നത്? നമ്മുടെ ഹൗസാണ്. പിന്നെ എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊട്ടക്റ്റ് us ഫ്രം ഹീറ്റ്, കോൾഡ്, വിൻഡ് ആൻഡ് റെയിൻ. റെയിൻ മാത്രമല്ല, സ്നോ. അപ്പോൾ നോക്കിയേ, ഇറ്റ് പ്രൊട്ടക്റ്റ് us ഫ്രം ഹീറ്റ്, കോൾഡ്, വിൻഡ്, റെയിൻ ആൻഡ് സ്നോ. അതായത് നമ്മളെ തണുപ്പിൽ നിന്നും, കാറ്റിൽ നിന്നും, മഴയിൽ നിന്നും, ചൂടിൽ നിന്നും, മഞ്ഞിൽ നിന്നും എല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൗസാണ്. ഓക്കെ, ഇറ്റ് ഓൾസോ കീപ്പ് us സേഫ് ഫ്രം വൈൽഡ് ആനിമൽസ്, തീവ്സ് ആൻഡ് റോബേഴ്സ്. അതായത് വൈൽഡ് ആനിമൽസിൽ നിന്നും, റോബേഴ്സിൽ നിന്ന്, തീവ്സ്, കള്ളന്മാരിൽ നിന്നും എല്ലാം നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഹൗസാണ്. ഓക്കെ, വി പ്ലേ, സ്റ്റഡി, ഈറ്റ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ഇൻ അവർ ഹൗസ്. അതായത് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്, നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ഉറങ്ങുന്നത് എല്ലാം നമ്മുടെ വീട്ടിലാണ്. വി ലീവ് വിത്ത് അവർ ഫാമിലി ഇൻ എ ഹൗസ്. നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് എവിടെയാണ് കഴിയുന്നത്? നമ്മുടെ വീട്ടിലാണ്, അല്ലേ? സോ ലെറ്റ് us learn more about the different kinds of houses and how they are built. നമുക്കിനി പല ടൈപ്പ് ഹൗസസിനെ കുറിച്ച് പഠിക്കാം. അപ്പം നോക്കാം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് എന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ഹൗസ് എന്തിനെല്ലാമാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഗീവ്സ് us ഷെൽട്ടർ ആൻഡ് കീപ്പ് us സേഫ്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊട്ടക്റ്റ് us ഫ്രം ഹീറ്റ്, കോൾഡ്, വിൻഡ്, റെയിൻ, സ്നോ ആൻഡ് ഓൾസോ കീപ്പ് us സേഫ് ഫ്രം വൈൽഡ് ആനിമൽസ്, തീവ്സ് ആൻഡ് റോബേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസിനെ കുറിച്ചാണ്. ഓക്കെ, ക്യാൻ യു സീ ദ പിക്ചർ? ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ്. ഫസ്റ്റ് വൺ, കച്ച ഹൗസ്. നോക്കിയേ, ഇറ്റ് ഈസ് ദ പിക്ചർ ഓഫ് കച്ച ഹൗസ്. കച്ച ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ച ഹൗസ് ആർ ഹട്ട്സ്. ഹട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കുടിലുകൾ, അല്ലേ? കുടില് പോലെ ഇരിക്കുന്നത്. കച്ച ഹൗസസ് ആർ ഹട്ട്സ് ദാറ്റ് ആർ മെയ്ഡ് ഓഫ് മഡ്, താച്ച് ആൻഡ് വുഡ്. അതായത് മണ്ണുകൊണ്ടും തടി കൊണ്ടും ഒക്കെ നിർമ്മിച്ചാണ് കച്ച ഹൗസ് എന്ന് പറയുന്നത്. അതിൻ്റെ മേൽക്കൂര തന്നെ നോക്കി, കണ്ടോ? സ്ട്രോങ് ആണോ? ദേ ആർ നോട്ട് വെരി സ്ട്രോങ്. ഓക്കെ, സ്ട്രോങ് അല്ല. ഇത് കൂടുതലായിട്ട് കാണുന്ന എവിടെയാണ്? ഫൗണ്ട് ഇൻ വില്ലേജസിലാണ് കാണുന്നത്. അതായത് ഗ്രാമങ്ങളിലാണ് കച്ച ഹൗസ് കാണുന്നത്. അപ്പോൾ കച്ച ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ച ഹൗസ് ആർ ഹട്ട്സ്
Okay, that are made of mud, thatch and wood. Okay, and it is found in villages. Okay. And next type is Pakka house. Can you see this? Pakka. Pakka എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും അല്ലേ? Pakka houses are stronger as they are made of brick, stone, cement and steel. Can you see this house? It is a Pakka house. It is made up of a brick. Brick എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടിക അല്ലേ? ഇഷ്ടിക അതുപോലെയുള്ള കട്ടകളൊക്കെ വെച്ചാണ്. അതുപോലെ തന്നെ സ്റ്റോൺ, കല്ലുപയോഗിച്ച്, അതുപോലെ സിമെൻറ്റ്, സ്റ്റീല് ഇതൊക്കെ ഉപയോഗിച്ചാണ് പക്ക ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, സച്ച് ഹൗസസ് ആർ വെരി സ്ട്രോങ് ആൻഡ് യൂഷ്വലി സീൻ ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ്. അതായത് പക്ക ഹൗസ് എന്ന് പറഞ്ഞാൽ പക്ക ഹൗസ് കാണപ്പെടുന്നത് കൂടുതലായിട്ട് സിറ്റീസ് അതുപോലെ തന്നെ ടൗണ് ഇവിടെയൊക്കെയാണ് പക്ക ഹൗസ് കാണപ്പെടുന്നത്. പക്ക ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ക ഹൗസ് ആർ സ്ട്രോങ്ങർ ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്ക്, സ്റ്റോൺ, സിമെൻറ്റ് ആൻഡ് സ്റ്റീൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ cities and towns. Okay. Next type is, can you see this? These are bungalows. Bungalows are independent houses. Bungalows എന്ന് പറഞ്ഞാൽ എന്താണ്? Independent houses ആണ്. That have many rooms and often also have a garden. അതായത് ബംഗ്ലോസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് ആണ്. അതിന് ഒരുപാട് റൂംസ് കാണും. ഓക്കെ, അതുപോലെ തന്നെ അതിനൊരു ഗാർഡനും കാണും. സോ ബംഗ്ലോസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഹൗസസ്, ഹാവ് മെനി റൂംസ് ആൻഡ് ഓൾസോ ഹാവ് എ ഗാർഡൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഈസ് അപ്പാർട്ട്മെൻറ്റ്സ്. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ദ പിക്ചർ ഓഫ് എ അപ്പാർട്ട്മെൻറ്റ്. അപ്പാർട്ട്മെൻറ്റ്സ് ആർ ഫ്ലാറ്റ്സ്. നിങ്ങൾ ഫ്ലാറ്റ് കണ്ടിട്ടില്ലേ? സ്കൈലൈൻ്റെ ഒക്കെ ഫ്ലാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഫ്ലാറ്റാണ് ഈ അപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പാർട്ട്മെൻറ്റ്സ് ആർ ഫ്ലാറ്റ്സ്. ഫ്ലാറ്റ് എങ്ങനെയാണ്? ഭയങ്കര പൊക്കത്തിലാണ് അല്ലേ? ഫ്ലാറ്റ്സ് ഇൻ വെരി ടോൾ ബിൽഡിങ്സ് വിത്ത് മെനി ഫ്ലോർസ്. ഒരുപാട് ഫ്ലോറ് കാണും. ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് നിലകൾ അല്ലേ? ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, അതുപോലെ ഒരുപാട് ഫ്ലോർസ് കാണും ഈ അപ്പാർട്ട്മെൻറ്റിന്. ടോൾ ബിൽഡിങ്സ് ആണ്. ഓക്കെ, സോ ദീസ് ആർ അബൌട്ട് അപ്പാർട്ട്മെൻറ്റ്സ്. അപ്പാർട്ട്മെൻറ്റ്സ് ആർ ഫ്ലാറ്റ്സ്, വെരി ടോൾ ബിൽഡിങ്സ് വിത്ത് മെനി ഫ്ലോർസ്. ഓക്കെ, ദീസ് ആർ ദ 4 ടൈപ്സ് ഓഫ് ഹൗസസ്. നെക്സ്റ്റ് ഈസ്, you have read about houses that cannot be moved. They remain in same place, but there are movable houses too. These are called temporary houses. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഹൗസസ് ഏതൊക്കെയാണ്? കച്ചാ ഹൗസ്, പക്ക ഹൗസ്, ബംഗ്ലോസ്, അപ്പാർട്ട്മെൻറ്റ്സ്. ഇതെല്ലാം ദേ കനോട്ട് ബി മൂവ്ഡ്. ഇത് മൂവ് ചെയ്യുമോ? ഇല്ല. പക്ഷേ ചില ഹൗസ് ഉണ്ട്, മൂവ് ചെയ്യുന്ന ഹൗസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ടെമ്പററി ഹൗസസ്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടെമ്പററി ഹൗസസ്. ക്യാൻ യു സീ ദ പിക്ചർ? ഓക്കെ, ഇഫ് യു ഗോ ടു കാശ്മീർ ഓർ കേരള, യു വിൽ ഫൈൻഡ് ഹൗസ് ബോട്ട്സ്. ഓക്കെ, ദീസ് ആർ ഹൗസസ് ദാറ്റ് ആർ ബിൽറ്റ് ഓൺ ബോട്ട്സ് and move around in the lakes and rivers. Can you see the picture? It is a picture of a houseboat. Houseboat എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഹൗസ് എന്ന് പറയാം അല്ലേ? നമ്മൾ എവിടെയൊക്കെയാണ് ഹൗസ് ബോട്ട് കാണുന്നത്? കാശ്മീരിലും കേരളത്തിലുമാണ് ഹൗസ് ബോട്ട് കാണുന്നത്. ദീസ് ആർ ഹൗസസ് ദാറ്റ് ആർ ബിൽറ്റ് ഓൺ ബോട്ട്. അതായത് ഈ ഹൗസ് ബോട്ട് എവിടെയാണ്? ഒരു ബോട്ടയിലാണ് പണിതിരിക്കുന്നത് അല്ലേ? മൂവ് അറൗണ്ട് ഇൻ ദ ലേക്സ് ആൻഡ് റിവേഴ്സ് ദെയർ. ഹൗസ് ബോട്ട് എയിലേ കൂടിയാണ് പോകുന്നത്? ലേക്സിലും റിവേഴ്സിലും അല്ലേ? അതായത് കായൽ,
കായലുകൾ, അതുപോലെ നദി, ഇവിടെയൊക്കെയാണ് നമ്മൾ ഹൗസ് ബോട്ടൊക്കെ കാണുന്നത്. നെക്സ്റ്റ്, ക്യാൻ യു സീ ദ പിക്ചർ? ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് എ ടെൻറ്റ്. പീപ്പിൾ ഹൂ മൂവ് ഫ്രീക്വൻലി ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓഫൺ ലീവ് ഇൻ ടെൻറ്റ്സ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ടെൻറ്റ് അല്ലേ, ടെൻറ്റും കാണും. ഈ ടൂറിസ്റ്റിൻ്റെയൊക്കെ കയ്യിലാണ് കൂടുതലായിട്ട് ടെൻറ്റ് കാണുന്നത്. അവർ ഈ ടെൻറ്റിലായിരിക്കും താമസിക്കുന്നത്. പീപ്പിൾ ഹൂ മൂവ് ഫ്രീക്വൻലി ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓഫൺ ലീവ് ഇൻ ടെൻറ്റ്സ്. ഓക്കെ, ഇതെല്ലാം മൂവബിൾ ഹൗസസ് ആണ്. നെക്സ്റ്റ് എന്താണ്, ക്യാരവാൻ. നോക്കി, ഈ ടെൻറ്റ്സ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ടെൻറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ക്യാൻവാസ് ആൻഡ് ക്ലോത്ത്. ക്ലോത്തും ക്യാൻവാസും ഉപയോഗിച്ചാണ് ടെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, സം പീപ്പിൾ ഓൾസോ ലീവ് ഇൻ ഹൗസസ് ഓൺ വീൽസ് നോൺ ആസ് ക്യാരവാൻസ്. കണ്ടോ, ക്യാരവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസസ് ഓൺ വീൽസ്. ഹൗസസ് ഓൺ വീൽസിനെ നമ്മൾ പറയുന്നതാണ് ക്യാരവാൻസ്. ഓക്കെ, ദിസ് ഈസ് എ പിക്ചർ ഓഫ് ക്യാരവാൻ. കണ്ടോ, ഒരു വണ്ടിയിൽ ഒരു ഹൗസിൻ്റെ സെറ്റപ്പ് എല്ലാം ഉണ്ട്. സോ ക്യാരവാൻസ് ആർ ഹൗസസ് ഓൺ wheels. Caravans are called houses on wheels. Okay, so these are the different types of houses. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അവർ ഹൗസിനെ കുറിച്ചാണ് പഠിച്ചത്. അവർ ഹൗസ് ഗീവ് us shelter and keep us safe. നമ്മളെ സേഫ് ആയിട്ട് സംരക്ഷിക്കുന്നത് നമ്മുടെ ഹൗസാണ്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊട്ടക്ട് us ഫ്രം ഹീറ്റ്, കോൾഡ്, റെയിൻ, സ്നോ, വിൻഡ്. നമ്മളെ മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും കാറ്റിൽ നിന്നും എല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൗസാണ്, നമ്മുടെ വീടാണ് അല്ലേ. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസ്, തീവ്സ്, റോബേഴ്സ്, കള്ളന്മാർ, അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങൾ, ഇവയിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൗസാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? വാട്ട് ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹൗസസ്. നമ്മൾ പല ടൈപ്പ് ഹൗസസിനെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, there are 4 types houses. മെയിൻ ആയിട്ട് നമ്മൾ 4 ടൈപ്പ് ഹൗസസിനെ കുറിച്ചാണ് പഠിച്ചത്. കച്ചാ ഹൗസ്, പക്കാ ഹൗസ്, ബംഗ്ലോസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ്. once again, കച്ചാ ഹൗസ്, പക്കാ ഹൗസ്, ബംഗ്ലോസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ്. ഇനി ഓരോന്നും എന്താണ്? കച്ചാ ഹൗസ്. കച്ചാ ഹൗസ് ആർ ഹട്ട്സ്. ഹട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കുടിലുകളാണ് ഹട്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ കച്ചാ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒട്ടും സ്ട്രോങ് അല്ല അല്ലേ. നോക്കി, they are made up of mud, thatch and wood. അതായത് ചെളി കൊണ്ടും തടി കൊണ്ടും ഒക്കെയാണ് ഈ കച്ചാ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് സീൻ ഇൻ വില്ലേജസ്. കച്ചാ ഹൗസ് ആർ സീൻ ഇൻ വില്ലേജസ്. നമ്മൾ വില്ലേജസിലാണ് കച്ചാ ഹൗസ് കാണുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി found in villages. Okay, next type പക്കാ ഹൗസ്. പക്കാ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്കാ ഹൗസ് സ്ട്രോങ്ങർ ആണ് അല്ലേ. സ്ട്രോങ്ങർ. ഓക്കെ, പക്കാ ഹൗസ് ആർ സ്ട്രോങ്ങർ. കച്ചാ ഹൗസിനെക്കാളും സ്ട്രോങ്ങർ ആണ് പക്കാ ഹൗസ്. They are made of brick, stone, cement and steel. പക്കാ ഹൗസ് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ബ്രിക്ക്, സ്റ്റോണ്, സിമെന്റ്, സ്റ്റീൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഫൗണ്ട് ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ്. സിറ്റീസിലും ടൗൺസിലും ഒക്കെയാണ് പക്കാ ഹൗസ് കാണുന്നത്. നെക്സ്റ്റ്, ബംഗ്ലോസ്. ബംഗ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബംഗ്ലോസ് ആർ ഇൻഡിപെൻഡന്റ് ഹൗസസ് വിത്ത് മെനി റൂംസ്. ഒരുപാട് റൂമുകളോട് കൂടിയ ഇൻഡിപെൻഡന്റ് ഹൗസ് ആണ് നമ്മൾ ബംഗ്ലോസ് എന്ന് പറയുന്നത്. ബംഗ്ലോസിന് എന്തുണ്ട്? ബംഗ്ലോസ് ഹാവ് എ ഗാർഡൻ, ഒരു ഗാർഡൻ കാണും. നെക്സ്റ്റ്, അപ്പാർട്ട്മെന്റ്സ്. അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പാർട്ട്മെന്റ്സ് ആർ കോൾഡ് ഫ്ലാറ്റ്സ്. ഓക്കെ, ആൻഡ് ദേ ആർ വെരി ടോൾ ബിൽഡിംഗ്. വളരെ പൊക്കത്തിലുള്ള ബിൽഡിംഗ് ആണ് ഫ്ലാറ്റ് അല്ലേ. വിത്ത് മെനി ഫ്ലോർസ്, ഒരുപാട് നിലകളോട് കൂടിയ ടോൾ ബിൽഡിങ്സ് ആണ് ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ.
നെക്സ്റ്റ് എന്താ നമ്മൾ പഠിച്ചത്? ടെമ്പററി ഹൗസസ് അല്ലേ? ടെമ്പററി ഹൗസിൽ ഹൗസ് ബോട്ട് പഠിച്ചു. വി ക്യാൻ സീ ഹൗസ് ബോട്ട് ഇൻ കാശ്മീർ ആൻഡ് കേരള. കേരളത്തിലും കാശ്മീരിലുമാണ് ഹൗസ് ബോട്ട് കാണുന്നത് അല്ലേ? നമുക്ക് കുമരകത്തൊക്കെ ചെന്നാലും ഹൗസ് ബോട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ടെന്റ് അല്ലേ? ടെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ടൂറിസ്റ്റ് അതുപോലെയുള്ള ആൾക്കാരാണ് ഈ ടെന്റുമായിട്ട് ടെന്റും കൂടെ കൊണ്ട് നടക്കുന്നത്. ഓക്കെ, സോ ടെന്റ്സ് ആർ മെയ്ഡ് ഓഫ് ക്യാൻവാസ് ആൻഡ് ക്ലോത്തും ക്യാൻവാസും കൊണ്ടാണ് ടെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ക്യാരവാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസസ് ഓൺ വീൽസ് ആർ കോൾഡ് caravans. Okay, so our fourth chapter is over. You study well. We will meet in the next class.